ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് തിരുവനന്തപുരമാണ്. ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിന് മുന്നേ ഉള്ള മെയിൻ റോഡിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ നമുക്ക് ആ മെയിൻ റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഴിഞ്ഞം മുക്കോല നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ പോർട്ട് മുതൽ NH66 ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കുകൾ നടക്കുന്നത്. വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഈ ഭാഗത്തെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 30, 40 അതിൽ കൂടുതലോ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഓരോ വർക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്നുകൂടി നോക്കാം. ഇനി ഏതൊക്കെ വർക്കുകൾ, വളരെ ചെറിയ വർക്കുകളോട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഭാഗത്തെല്ലാം 100% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ വർക്കിൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്കറിയാം. പ്രധാനമായി എടുത്തു പറയേണ്ടത് സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള, ലൈനിങ് ഉൾപ്പെടെയുള്ള, ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള, നമുക്ക് ഈ പറയുന്ന ഭംഗിക്ക് വേണ്ടി ഗ്രാസ് ഉൾപ്പെടെയുള്ള വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഭാഗത്ത് വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല എന്ന് തീർത്തും നമുക്ക് പറയാനായി സാധിക്കും. കാരണം നൈറ്റ് ഇവിടെ രാത്രി വരുമ്പോൾ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ റോഡ് ലൈറ്റിൻ്റെ ലൂമൻസ് ഇൻറ്റൻസിറ്റിക്ക് വളരെ കൂടുതലാണ്. ഞാൻ പലപ്പോഴായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി വർക്കുകളില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാനായി സാധിക്കും. ആകെ 1700 മീറ്റർ, അതായത് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. മെയിൻ ഗേറ്റ് മുതൽ നമുക്ക് വളരെ ദൂരെയായിട്ട് കാണുന്ന NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ആ വർക്കുകൾ, ഓരോ വർക്കുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സ്കിപ്പ് ചെയ്ത് പോകാതിരുന്നാൽ തീർച്ചയായിട്ടും ആ വർക്കുകൾ നമുക്ക് ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ 1700 മീറ്ററിൻ്റെ ഇടയിൽ 2 ബ്രിഡ്ജുകളായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കെല്ലാം സ്ഥിരമായിട്ട് അറിയാം. ഫസ്റ്റ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നമ്മളൊന്ന് ഒറ്റ നോട്ടത്തിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോർട്ടിൻ്റെ റോഡ് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതുവരെ ഫസ്റ്റ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് ബ്രിഡ്ജ് ആണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. സൈഡിലൊരു ടെമ്പിളൊക്കെ ഉണ്ട്, നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുള്ളതാണ്. ഇവിടെ മനോഹരതയ്ക്ക് വേണ്ടി ഈ പറയുന്ന ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മീൻസ് ചെടിച്ചട്ടികളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബ്രിഡ്ജ് വരെ 2 ബ്രിഡ്ജിലുള്ളിൽ ഫസ്റ്റ് ബ്രിഡ്ജാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ, കാരണം ഓരോ വർക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും വെയിലായിട്ട് കൂടി നമ്മൾ ആ വർക്കിൻ്റെ ഓരോ ഡീറ്റെയിൽ നമ്മളെടുത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഇനി വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള, അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ പോർട്ടിൽ നിന്നും ഫസ്റ്റ് ബ്രിഡ്ജ് വരെ 100% കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തും അതുപോലെ തന്നെയാണ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തുനിന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ പാനലിൻ്റെ സഹായത്തോടെ, കാരണം ഇവിടെ എല്ലാം കുളമായിരുന്ന പ്ലേസാണ്, നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് പാനലിൻ്റെ സഹായത്തോടെ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബ്രിഡ്ജിൽ നിന്ന് ഇതുവരെ ഏകദേശം 200 മീറ്ററോളം വരും. ഇവിടെ നിന്നും നമ്മുടെ പാനലിൻ്റെ സഹായത്തോടെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് മണ്ണ് ഹൈറ്റ് കൂട്ടിയതിന് ശേഷമാണ് ഈ ഒരു ഹൈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വർക്കുകൾ, അതായത് ഈ നടക്കുന്ന വർക്കുകളെല്ലാം പഴയ വീഡിയോ ഈ പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ലിങ്ക് റോഡ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഹൈറ്റ് വ്യത്യാസം നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലേലിസ്റ്റ് കയറിയിട്ട് നമ്മുടെ കണക്ഷൻ റോഡ് എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യം മുതൽ, അതായത് ഈ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതിന് മുന്നേ ഉള്ള വീഡിയോ, ഇത് സ്റ്റാർട്ടിങ്ങിന് മുന്നേ ഉള്ള വീഡിയോ ഉൾപ്പെടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ റോഡ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സൈനിങ് ബോർഡുകളെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ വർക്കുകളെല്ലാം, ഇനി വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല. പൂർണ്ണമായിട്ടും ഈ വർക്കുകളെല്ലാം കഴിഞ്ഞതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. എല്ലാ സൈനിങ് ബോർഡ് ഉൾപ്പെടെ, ഇൻ്റർലോക്ക് ഉൾപ്പെടെ, ലൈനിങ് ഉൾപ്പെടെ, ലൈറ്റിംഗ് ഉൾപ്പെടെ, ഗ്രാസ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടാമത്തെ ബ്രിഡ്ജാണ്. അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ
രണ്ടാമത്തെ ബ്രിഡ്ജാണ് നമുക്കിവിടെ കാണാനും സാധിക്കുന്നത്. അതുവരെയുള്ള വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ അണ്ടർപാസ് കൂടിയുണ്ട് ഈ ബ്രിഡ്ജിൽ. ആ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബ്രിഡ്ജ് കഴിഞ്ഞ്, അതായത് ഇനി ബ്രിഡ്ജ് വരെ, ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ട ബ്രിഡ്ജ് പോർഷൻ വരെ 1500 മീറ്ററും, ഈ ബ്രിഡ്ജ് മുതൽ നമ്മൾ വളരെ ദൂരെയായിട്ട് കാണുന്ന NH അണ്ടർപാസ് വരെ ഏകദേശം 200 മീറ്ററാണുള്ളത്. ഇവിടുത്തെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതായിട്ട് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഇവിടെ എല്ലാം വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നമുക്ക് ഒരു ചെറിയ വർക്ക് കൂടി നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് മുന്നോട്ട് പോകും. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. റോഡിൻ്റെ വർക്കുകൾക്ക്, ടാറിങ്ങിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയതായിട്ടാണ് നമുക്കിവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എങ്കിലും നമുക്ക് ഓരോ വർക്കും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. നോക്കിപ്പോയാൽ മാത്രമേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കാണുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫൗണ്ടേഷനാണ് കാണുന്നത്. 4 ബോൾട്ടാണ്. നമുക്കറിയാം ഇങ്ങനെയാണ് ഇത്. ഒക്ടാപോളാണെന്ന് തോന്നുന്നു. 2-3 പോളുണ്ട്. ഒക്ടാപോൾ, ഹെക്സാപോൾ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് പോൾസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇവിടുത്തെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും ലൈനെല്ലാം വലിച്ചിരിക്കുന്നു. കണക്ഷൻ ബോക്സ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു. ലൈറ്റ് എല്ലാം ഓൾറെഡി ഫിക്സ് ആണ്. ഇനി കണക്ഷൻ മാത്രം കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. 1-2 പോസ്റ്റുകൾക്ക് 1-2 ഈ പോസ്റ്റുകൾ മാത്രമാണ് ഇനി ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത്. ബാക്കി ഈ ഭാഗത്തെല്ലാം പോസ്റ്റിൻ്റെ വർക്കുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, മീൻസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണുന്ന ജംഗ്ഷൻ പോലത്തെ പോയിൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് പലതരത്തിലുള്ള, അതായത് നമ്മുടെ തമിഴ്നാട് ഭാഗത്തു നിന്നും ട്രിവാൻഡ്രം ഭാഗത്തു നിന്നും വാഹനങ്ങൾ ഈ ഭാഗത്ത് നിന്നിട്ട് തിരിച്ച് പോർട്ടിൻ്റെ സൈഡിലേക്ക് അകത്തോട്ട് പോകുന്നു, പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനുള്ള മെയിൻ റോഡാണ് കാണുന്നത്. ഇവിടെ എല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഈ പറയുന്ന ഡബിൾ സ്റ്റീൽ ക്രാഷ് ഗാർഡിൻ്റെ വർക്കുകളും ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനായി സാധിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ മെഷീൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ടാറിങ് നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 വരെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. 10 സെൻറ്റിമീറ്ററോളമാണെന്ന് 4-5 ആണ് ടാറിങ് ഉള്ളത്. അന്ന് ഞാൻ സൈറ്റ് സൂപ്പർവൈസറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെയാണ് പറയാനായി സാധിച്ചത്. പക്ഷേ എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. KSRTCയിലെ ഈ പറയുന്ന ഇലക്ട്രിക് ബസ്സുകൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുകയാണെന്ന് തോന്നുന്നു. ആ വാഹനങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ റോഡിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ടോ. ഇതാണ് ഒരു ജംഗ്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ബസ്സുകളെല്ലാം വളരെ മനോഹരമായി തിരിഞ്ഞു പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കും. അണ്ടർപാസും വളരെ ദൂരെയായിട്ട് കാണാനായി സാധിക്കും. ഇതാണ് ആ ജംഗ്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഓരോ വർക്കും ഇനി ഈ ഭാഗത്തു നിന്നാണ് ഓരോ എൻട്രൻസും, പോർട്ടിൽ നിന്ന് വരുന്ന എൻട്രൻസും പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ അവിടെ നടക്കുന്നു. ഹെവി എക്സ്കവേറ്റർ അവിടെയുണ്ട്. ഈ ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്കുകൾ ഏകദേശം അല്ല, ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ലൈനിങ്ങിൻ്റെ വർക്കുകളായിരിക്കും കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുകളാണെന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഗ്രാസിൻ്റെ വർക്കുകൾ, അതായത് ഗ്രീനിഷ് എഫക്റ്റ് കിട്ടുന്നതിനുള്ള ഗ്രാസിൻ്റെ വർക്കുകൾ ഇനി അവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ 1-2 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആവും. നമുക്കിനി മുന്നോട്ട് പോകും. ഓരോ റോഡും നമ്മളൊന്ന് വ്യക്തമായിട്ട് നമുക്ക് നോക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആ റോഡ് ഏതൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ഈ NH 66 പ്രവേശിക്കുന്ന എൻട്രൻസിലേക്കാണ് പോകുന്നത്. അതായത് തമിഴ്നാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നമ്മളെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത് ഏത് വഴിയാണെന്ന് പലർക്കും പല വീഡിയോ കണ്ടാലും സംശയമുണ്ടാകും. അത് സ്കിപ്പ് ചെയ്ത് പോകാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ഒരു എൻട്രൻസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു എൻട്രൻസ് നേരത്തെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ വർക്ക് പൂർത്തിയായ എൻട്രൻസ് അല്ല. ഇതുവഴിയാണ് തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോൺ വന്നുകൊണ്ടിരുന്ന ഈ ഒരു എൻട്രൻസ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. പലപ്പോഴായിട്ട് ഇവിടെ വാഹനങ്ങൾ പോകുന്നവർക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് നിരനിരയായി ഈ നാച്ചുറൽ സ്റ്റോണുമായിട്ട് വാഹനങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് എൻട്രൻസ്, ഉണ്ടോ. അതായത് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ എൻട്രൻസ് വഴിയാണ് നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുവേണ്ടി ഈ പറയുന്ന NHുമായിട്ട് ചേർന്നിട്ടുള്ള സിഗ്നൽ സംവിധാനങ്ങൾ, ട്രാഫിക് കൺട്രോൾ എല്ലാം തീർച്ചയായിട്ടും ഉടൻ തന്നെ ഉണ്ടാവും. ഇതൊരു താൽക്കാലിക റോഡാണ്. പെർമനൻറ്റ് റോഡ് വരും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നത്. ഈ എൻട്രൻസ് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുവാണെങ്കിൽ നമ്മൾ NHന്ന് പ്രവേശിച്ച് ഇതുവഴി ഇങ്ങനെയായിരിക്കും നമ്മൾ കടന്നു പോവുക. റോഡ് അത്യാവശ്യം വീതിയുണ്ട്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും.
ഇനി ഇവിടെ ലൈനിങ്ങിൻ്റെ വർക്കുകളാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ റോഡിൻ്റെ വീതി പൂർണ്ണമായിട്ടും കൂട്ടിക്കുന്നുണ്ടോ? കുറച്ച് ഭാഗം മാത്രമാണ് കൂട്ടാനുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 10-20 മീറ്റർ മാത്രമേ കൂട്ടാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കൂട്ടാനില്ല. ഓൾറെഡി അവിടെ കോൺക്രീറ്റ് ആണ്. എന്നാലും റീടാറിങ് ഇവിടെ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ റീടാറിങ് വർക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് റീടാറിങ് നടന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവഴിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പോർട്ടിനകത്തോട്ട് വാഹനങ്ങൾ വളഞ്ഞു പോകുന്നത്. ഇതുവഴി ഇങ്ങനെ വന്ന് ഒരു ജംഗ്ഷൻ പോയിൻ്റ്, നമ്മൾ നേരത്തെ കണ്ട അതേ വലിയൊരു ജംഗ്ഷൻ പോയിൻ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒത്തിരി സ്പേസ് ഉണ്ട് ഇവിടെ. ഇതുവഴിയാണ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്ന ആ സ്ഥലത്തെല്ലാം ഡബിൾ സ്റ്റീൽ ക്രാഷ് ഗാർഡിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ? അതുകൂടി നമുക്ക് നോക്കാം. ഉണ്ടോ? ഈ വർക്കുകളെല്ലാം ക്രാഷ് ഗാർഡിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു സ്പേസ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത് ഏകദേശം മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നമുക്കിവിടെ നോക്കാം. ഉണ്ടോ? ഇതാണ് ആ ഭാഗത്ത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി നമുക്ക് പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തമിഴ്നാട് ഭാഗത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് നോക്കാം. ഇത് അണ്ടർപാസ്സാണ്. ഇത് അണ്ടർപാസ്സിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായിട്ട് കടന്നു പോകാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, വാഹനങ്ങൾ ഈസി ആയിട്ട് അണ്ടർപാസ് കടക്കാൻ ഏതായാലും സാധിക്കും. ഈ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. അതായത് ഇവിടെ നിന്നും നമുക്ക് ഈ ബൈ റോഡ് NHൻ്റെ ബൈ റോഡ് കാണാൻ സാധിക്കും. ഉണ്ടോ? ഇവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന റൈറ്റ് തിരിഞ്ഞ് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം റോഡ് വീതിയുണ്ട്. നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം റോഡ് വീതിയുണ്ട്. കാരണം താൽക്കാലിക റോഡായതിനാൽ ഈ റോഡിലൂടെ പോകാനായി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു വലിയൊരു 40 ഫീറ്റിൻ്റെ കണ്ടെയ്നർ ലോറി തിരിഞ്ഞ് പോയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി അത് വീഡിയോയിൽ കൂടെ കാണിക്കാനായി സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോർട്ടിൽ ആവശ്യമായിട്ടുള്ള സെക്കൻഡ് ബേസിന് ആവശ്യമായിട്ടുള്ള ഹെവി സ്റ്റോണുമായിട്ടുള്ള ലോറികൾ ഈസി ആയിട്ട് തിരിഞ്ഞു പോയി. പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടി നീളമുള്ള വെഹിക്കിൾ തന്നെയായിരിക്കും ഈ പറയുന്ന കണ്ടെയ്നർ ലോറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വേണം. അതും ഈ വളഞ്ഞു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റോഡിനെ കുറിച്ച് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മളെ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ഈ വിഴിഞ്ഞത്തുള്ളവർ ധാരാളം പേര് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും. ഇതാണ് നമുക്ക് ഈ തമിഴ്നാട് ഭാഗത്തേക്ക് പോവേണ്ട ലോറികൾ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകേണ്ടത് ഇതുവഴിയാണ്. ഈ വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്ലാബ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ജസ്റ്റ് ക്രാഷ് ഗാർഡ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. വർക്കുകളെല്ലാം ഇവിടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു സ്ലോപ്പ് പിടിച്ചത് വളരെ കുറച്ച് ഒരാഴ്ചത്തെ വർക്ക് കൂടി ഇനി ഇവിടെ ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കേട്ടോ, ഈ വർക്കുകളെല്ലാം ഇവിടെ ഫൗണ്ടേഷനെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം ഹെവി വെഹിക്കിൾ പോകുന്നതിന് വേണ്ടിയുള്ള സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഹെവി സ്ലാബ് ഇട്ട് ഫില്ല് ചെയ്ത് ഈ വർക്കുകളെല്ലാം നിലവിലിവിടെ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. എന്നാണ് ഓപ്പണിംഗ് ഡേറ്റ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള വർക്കുകൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള ലെവലിലേക്ക് ഈ റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട തമിഴ്നാട് ഭാഗത്ത് നിന്ന് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതിനും പോർട്ടിൽ നിന്നും തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന ലോറികൾക്ക് വേണ്ടിയുള്ള റോഡ് ഉൾപ്പെടെയുള്ള എൻട്രൻസ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. നമ്മുടെ NH66 നമുക്കിവിടെ കാണാനായി സാധിക്കും. ഈ വർക്കുകൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ഒന്ന് കാണാൻ വേണ്ടിയാണ്. കാരണം പലർക്കും ഇത് അറിയില്ല. നമ്മൾ വീഡിയോ കണ്ടാലും പലരും ഡൗട്ട് ചോദിക്കുകയാണ് ഏത് വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു വശത്തുള്ള റോഡ് തീർച്ചയായിട്ടും തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുന്ന റോഡ് ഉൾപ്പെടെയുള്ള 2 റോഡിൻ്റെ എൻട്രൻസ് തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് അറിയേണ്ടത് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്തോട്ട് കയറുന്നതും പോർട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നതും എങ്ങനെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെ 4 ഈ പറയുന്ന റോഡിലേക്കുള്ള വാഹനങ്ങൾ വന്ന് നമ്മൾ ആ മെയിൻ ജംഗ്ഷനിൽ വന്നതിന് ശേഷമാണ് തിരിഞ്ഞു പോകുന്നത്. ആ റോഡിനെ കുറിച്ചാണ് നമുക്കിനി നോക്കേണ്ടത്. നമുക്ക് ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതാ നമ്മുടെ അണ്ടർപാസ് ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് അണ്ടർപാസ് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ അണ്ടർപാസ്സായി. ഉണ്ടോ, അണ്ടർപാസ്സായി. തീർച്ചയായിട്ടും അണ്ടർപാസിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അണ്ടർപാസിലൂടെ വാഹനങ്ങൾ തീർച്ചയായിട്ടും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. വീതിയുള്ള അണ്ടർപാസ് തന്നെയാണ്, കടന്നു പോകാതിരിക്കില്ല. ഇനി നമുക്ക് കേട്ടോ, ആ ജംഗ്ഷൻ പോയിൻ്റാണ് ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിരുന്നത്. ഇതും പലർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാനായി സാധിക്കും.
then ഈ ഭാഗത്ത് അതായത് പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതിന് അത് റോഡ് ഒന്നുകൂടി നോക്കാം. അതാ നമ്മളെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതുവഴിയാണ് കടന്നു വരുന്നത്. ഇതാ ജംഗ്ഷൻ ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഉണ്ടോ, ഇതാണ് ജംഗ്ഷൻ. വാഹനങ്ങൾ കടന്നു വന്ന് ഈ റോഡിലൂടെയാണ് നമുക്ക് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് അല്ലെ കേരളത്തിലോട്ട് വാഹനങ്ങൾ കടന്നു പോകേണ്ടത്. അതിനു വേണ്ടിയുള്ള പോയിൻ്റാണ് ഇവിടെ ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ടാറിങ്ങിനുള്ള ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള. അതിന് കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ എക്യുപ്മെൻറ്റ്സ് ഇവിടെയുണ്ട്. ആ വർക്കുകൾ നടക്കുന്നുണ്ട്. വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വർക്കുകൾ നടക്കുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ എല്ലാം ടാറിങ് എല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ റോഡ് ഏകദേശം എനിക്കൊരു 5.5 മീറ്ററോളം വീതിയുണ്ട്. കാരണം 2 റോഡാണ് നിലവിലുള്ളത്. നിലവിൽ കണ്ടെയ്നർ ലോറികൾക്ക് സുഗമമായിട്ട് നമ്മുടെ NH പ്രവേശിക്കുന്നതിന് വേണ്ടി ഈസി ആയിട്ട് പോകുന്നതിന് വേണ്ടിയാണ് 2 റോഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഒരു റോഡ് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് നിലവിൽ ഇപ്പം നമ്മളെ പോലുള്ളവർ വന്നു കഴിഞ്ഞാൽ പോകുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങൾ അതുവഴി നമുക്ക് കടന്നു പോകും. അതുമാത്രമല്ല ഇവിടെയുള്ള ഡ്രെയിനേജ് സിസ്റ്റം തന്നെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിവൈഡിങ് പോർഷൻ നമുക്ക് സെൻട്രലായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ഹെവി ഡ്യൂട്ടി ഡിവൈഡിങ് പോർഷൻ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പറയുന്ന ഈ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യേണ്ട സിസ്റ്റമുണ്ട്. അതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെ 2 ഡിവൈഡ് ചെയ്യുന്നു. രണ്ടും ഏകദേശം 5-5.5 മീറ്ററോളം വീതിയുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഒരു ബൈ റോഡ്, NHൻ്റെ ബൈ റോഡും ഉണ്ട്. പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകിച്ച് റോഡ്, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഡിവൈഡിങ് പോർഷൻ നല്ല ഈ പറയുന്ന തിക്നെസ് കൂടിയൊരു പോർഷൻ തന്നെ. എനിക്ക് 4 ഇഞ്ചോ 5 ഇഞ്ചോ ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഫൗണ്ടേഷനും വളരെ മികച്ചതാണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ആ രീതിക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനെല്ലാം കടന്നു പോകുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഇവിടെ ഈ പറയുന്ന വാഹനങ്ങൾ നമുക്ക് വരാനായി സാധിക്കില്ല. ഈ റോഡ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. കാരണം ഇപ്പോൾ ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വേനൽ മഴ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഈ ഭാഗത്തെല്ലാം കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈഡ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നതിനാൽ റോഡ് ഇടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഞാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ റോഡ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാ നമുക്ക് ഈ പോർട്ടിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴി ഇങ്ങനെ കടന്നു വന്നതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ NHലേക്ക് പ്രവേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കണ്ടോ. ഇവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഇവിടെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഈ വർക്കുകൾ കഴിഞ്ഞതാണ്. ഇനി ഈ പറയുന്ന ഈ പ്രൊട്ടക്ഷൻ വാൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ വാളിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. അതുമാത്രമല്ല റോഡിൻ്റെ വീതി കുറച്ചുകൂടി കൂട്ടാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും കടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ വർക്കുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഉണ്ടോ. ഇവിടെ വർക്കുകളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ, അതായത് ഇനി നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. കാരണം മഴ വന്നപ്പോൾ മണ്ണിടിയാൻ സാധ്യത വളരെ കൂടുതലായിട്ട് മുകളിലുള്ള റോഡ് പൂർണ്ണമായിട്ട് 2 റോഡ് പോകുന്നത് പറഞ്ഞില്ല, ആ റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ റോഡ് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷം ഒരു ഹെവി ഡ്യൂട്ടി ഫൗണ്ടേഷൻ തന്നെയാണ് ഇതിന് പോകേണ്ടത്. എങ്കിൽ മാത്രമേ ആ വർക്ക് മുന്നോട്ട് പോകുകയുള്ളൂ. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന എൻട്രൻസ് ഇതുവഴിയാണ് എടുത്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഈ പറയുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. വർക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അയൺ റോഡ്സ് ഒക്കെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. വർക്കിംഗ് സ്റ്റാഫിനെ നമുക്കിവിടെ കാണാനായി സാധിക്കും. ഇതാണ് ഈ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ. ഇതാ നമുക്ക് വളരെ വ്യക്തമായിട്ടത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഓരോ പോർഷനും ഒന്നും വിടാതെ തന്നെ ഇഞ്ച് ബൈ ഇഞ്ച് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഈ ഒരു സ്ലാബിൻ്റെ വർക്ക് അവിടെ നടക്കാനുണ്ട്. അതുൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു 1-1.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ ഇതും കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുകളാണ് എന്നാണ് നമുക്ക് ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഗേറ്റ് വേ കാർഗോ എപ്പോൾ വേണോ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കും. വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നതും എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറയുന്ന മണ്ണിടിയാൻ സാധ്യതയുള്ള പ്ലേസ്. അതുകൊണ്ടാണ് ആ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു നിർത്തിയത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട് ഭാഗത്തേക്ക് വന്നു പോകുന്ന ലോറികൾ നമുക്ക് എവിടെ നിന്നൊക്കെ നമ്മൾ നേരത്തെ തൊട്ടുമുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലേക്ക് പോകുന്ന എൻട്രൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ NH വഴി പോയിട്ട് കാഞ്ഞിരംകുളം ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ട് തിരിഞ്ഞു വന്നതിന് ശേഷം തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന എൻട്രൻസ് നമുക്കറിയാമല്ലോ. തൊട്ട് മുന്നേ നമ്മൾ ഈ റോഡിൻ്റെ നേരെ കണ്ടതുപോലെ അവിടെ നമുക്ക് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത്
ട്രിവാൻഡ്രം, നമ്മൾ ഈ കാണുന്ന ട്രിവാൻഡ്രം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ NH വഴി പോയി കാഞ്ഞിരംകുളത്ത് നിന്നും യൂട്ടേൺ എടുത്ത് പോർട്ടിനകത്തോട്ട്, കാഞ്ഞിരംകുളത്ത് നിന്ന് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള വണ്ടി പോലെയായി യൂട്ടേൺ എടുത്ത് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കും എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. ഈ അപ്ഡേഷൻ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഏത് സമയത്തും നമുക്ക് ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കാൻ പറ്റുന്ന വിധത്തിൽ സജ്ജമായി നിൽക്കുന്ന ലെവലാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. കുറച്ചാഴ്ചകൾ കൊണ്ട്, അല്ല 1-2 ആഴ്ചകൾ കൊണ്ട് വളരെ ചെറിയ വർക്കുകൾ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് ഡേറ്റ് ആയാൽ ഉടൻ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷിംഗ് ആവുന്ന ലെവലിലാണ് വർക്കുകൾ ഉള്ളത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടുമായി കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ 66 ആണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ് കേരള തമിഴ്നാട് കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടേജോട് കൂടി വലിയൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഏകദേശം 5500 സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊമേഴ്ഷ്യൽ സ്പേസിൽ വേക്കന്റ് ആയിട്ടുള്ളത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തു നിന്നും ഏകദേശം 10 കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന വലിയ കൊമേഴ്ഷ്യൽ സ്പേസ് വേക്കന്റ് ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഈ 3 നിലകളിലായിട്ടാണ് ഏകദേശം 5500 സ്ക്വയർ ഫീറ്റ് ആണ് നിലവിൽ ഈ കൊമേഴ്ഷ്യൽ സ്പേസിൽ വേക്കന്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ആണ് നിലവിലുള്ളത്. എല്ലാ ഫെസിലിറ്റീസ് ഉൾപ്പെടെ നമുക്ക് കാണാനായി സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടിന്റെ 10 കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയ ആയതിനാൽ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഓഫീസ് സ്പേസ്, പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ബിസിനസിന് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കൊമേഴ്ഷ്യൽ സ്പേസ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം NH66 ഫ്രണ്ടേജ് കൂടിയ വളരെ ചുരുക്കം കൊമേഴ്ഷ്യൽ സ്പേസിൽ ഒന്നാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. തൊട്ടു പിന്നെ നമ്മൾ കണ്ടത് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് സെക്കൻഡ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ആണ് വേക്കന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസിന് അനുയോജ്യമായ കൊമേഴ്ഷ്യൽ സ്പേസ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. കാരണം നമ്മുടെ കൊമേഴ്ഷ്യൽ സ്പേസിന്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത NH66 ആണ് മുന്നിലുള്ളത്. നമ്മൾ ഈ കണ്ട കൊമേഴ്ഷ്യൽ സ്പേസിന്റെ കൂടുതൽ ഡീറ്റെയിൽഡായി ഓണറുമായി നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.